തേടാം. ഡോക്ടർ അരുൺ, ഇപ്പോൾ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഇടത്തേക്ക് കൂടുതൽ ആളുകൾ പലയിടങ്ങളിലായി വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നൊന്ന് മാറിയത്. അവിടെ നിന്ന് നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, മൃതദേഹങ്ങളൊക്കെ ഇപ്പോൾ ഈ മേശപ്പുറത്ത് വെളുത്ത തുണിയിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഫ്രീസറുകളില്ല. ഒപ്പം പലരുടെയും ശരീരഭാഗങ്ങളാണ് കിട്ടിയത്. ആ ശരീരഭാഗങ്ങളും അതുപോലെ വെളുത്ത തുണിയിൽ പൊതിഞ്ഞ് മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. അത് സൂക്ഷിക്കുന്നതിനുള്ള ഫ്രീസറുകളില്ല എന്നത് കുറേ നേരമായി ആ മൃതദേഹം അവിടെ ഇരിക്കുന്നത് ഞാനും കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഡോക്ടർ അരുൺ. അത് വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ഉറ്റവർ വരുന്നത് വരെ അത് കൃത്യമായി സൂക്ഷിക്കുന്നതിനുള്ള ഒരു സംവിധാനം അത് ഏർപ്പാടാക്കുന്നതിന് ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ അടക്കം സന്നദ്ധ സംഘടനകളോടൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ KMCCയുടെ ആളുകളുമായി ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ KMCCയുടെ ആളുകൾ പറഞ്ഞത് അവർ 15 ഫ്രീസറുകൾ നാളെ രാവിലെ വെളുപ്പിനെ തന്നെ ബംഗളൂരുവിൽ നിന്ന് എത്തിക്കാം, അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, വെളുപ്പിനെ തന്നെ അത് എത്തിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോഴും 15 ഫ്രീസറുകളെ ആകുന്നുള്ളൂ. നമ്മളിപ്പോൾ നേരിട്ട് കണ്ടത് 60ഓളം മൃതദേഹമാണ്. അതിൽ തിരിച്ചറിഞ്ഞവയുണ്ട്, തിരിച്ചറിയാത്തവയുണ്ട്. തിരിച്ചറിയാത്തവയിലാണ് ഈ ശരീരഭാഗങ്ങൾ പെടുന്നത്. പലയിടങ്ങളിൽ നിന്നും കണ്ടെടുക്കുന്നുണ്ട്. ഇന്ന് രാത്രിയും രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. പലയിടങ്ങളിൽ നിന്നും ഇതുപോലെ ആളുകളെ പൂർണ്ണമായും അല്ലെങ്കിൽ അവരുടെ ദേഹഭാഗങ്ങളൊക്കെ ആയിരിക്കും കണ്ടെടുക്കുക. അത് കൃത്യമായി സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഉറ്റവരിൽ പലരും ആശുപത്രിയിലായിരിക്കും അല്ലെങ്കിൽ ക്യാമ്പുകളിലായിരിക്കും, പലയിടത്തായി ചിതറിപ്പോയ കുടുംബങ്ങൾ. അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അരുൺ. അതുകൊണ്ട് ഒരു ഫ്രീസർ സംവിധാനം അത്യാവശ്യമാണ്. അതിവിടെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്. KMCC ഇപ്പോൾ അവരുടെ നിലയ്ക്ക് 15 ഫ്രീസർ എത്തിക്കാമെന്ന് ഡെപ്യൂട്ടി കളക്ടറെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അത് മതിയാകില്ല. കൂടുതൽ പേരുടെ മൃതദേഹം കണ്ടെടുക്കുന്ന വളരെ ദാരുണമായ ഒരു കാഴ്ചയ്ക്കാണ് നമ്മളിവിടെ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവ ശീതീകരിച്ച് സൂക്ഷിക്കുന്നതിനായി അങ്ങനെയുള്ള ശീതീകരണ സംവിധാനം അടിയന്തരമായി ഇവിടെ വേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.